അപ്പോൾ നമുക്കിന്നൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. ഞാൻ തക്കാളി കൊണ്ട് പെട്ടെന്ന് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുവാണേ. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയും പിന്നെ ഞാൻ എടുത്തതിൽ ഏറ്റവും പഴുപ്പ് കുറഞ്ഞ ഒരു തക്കാളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും നമുക്ക് ചാറിനൊക്കെ. ഇതും പിന്നെ കുറച്ച് വേറെ സാധനങ്ങളും കൂടി ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണേ. ഇപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് തക്കാളി, ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. 2 തക്കാളി വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് ഒരു 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ, ഒരു 2-3 അല്ലി ആയാലും മതി. പിന്നെ കുറച്ച് ഇഞ്ചിയുടെ കഷ്ണം, ഇത്രയും ഇടണം. പിന്നെ ഇത് ചെറിയ ജീരകം കേട്ടോ, അതൊരു 1 സ്പൂൺ. ഈ ചെറിയ സ്പൂണിൽ 1 ടീസ്പൂൺ, അത് കുറച്ചാണെന്നുള്ളൂ. 1 ടീസ്പൂൺ കൂടി ഇടാവേ. ഇത്രയും ഇടാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായി അരച്ചെടുക്കാൻ പോകണേ. ഇത്ര 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. അപ്പോൾ നമ്മൾക്കൊരു കുറച്ച് ഉപ്പിടാം. പിന്നെ കറി ആയി കഴിയുമ്പോൾ ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ, ശരിയായില്ലെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. ഇത്രയും ഉപ്പിടുന്നുള്ളേ. ഇനി ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, അരയുന്നതനുസരിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ കറി ഉണ്ടാക്കാം. ഇത് അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ടില്ലേ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവില്ലേ, ആ വെള്ളം കൂടരുത്. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. ഞാൻ ടേബിൾ സ്പൂൺ ഒന്നും അളന്ന് ഒഴിക്കുന്നില്ല, ഒരു ഏകദേശം ഞാൻ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കടുക് ഇടാം. അതല്ലാതെ ഉലുവ ആവശ്യമുള്ളവർക്ക് ഉലുവ ഇടാവേ. ഉലുവ തീർന്നിരിക്കണം, അതുകൊണ്ടാണ് ഇട്ടത്. ഇങ്ങനെ ഉണ്ടാക്കാം. ഉലുവയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി കൂടിപ്പോയി, സാരമില്ല. എനിക്ക് കറി കൂടുതലുള്ള കറി ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചെടുത്താൽ മതി. കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക്, കറിവേപ്പില ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ മിക്ക കറികളും ഈയിടെയായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടാറില്ല. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട്, ഇത് ചട്ടി ഇപ്പോൾ വെച്ചതുള്ളതുകൊണ്ട് ചൂടാവുന്നുള്ളൂ. പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇടാം കേട്ടോ. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വറ്റൽമുളക് ഇടാവേ. അത് ജസ്റ്റ് പെട്ടെന്ന് ആയി വരുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അരപ്പിടുന്നതിന് മുന്നേ നമുക്ക് ഈ തക്കാളി ഇടാം. നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ച തക്കാളി ഇടുവാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിടുന്നതിന് മുന്നേ തക്കാളി ഇടുന്നതാണ് കേട്ടോ നല്ലത്. എന്താണെന്ന് വെച്ചാൽ തക്കാളി പച്ചയല്ലേ. അപ്പോൾ അരപ്പ് ഇത് നമ്മൾ ശരിക്കും പേസ്റ്റാക്കി അരച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അതുമായിട്ട് സിങ്ക് ആയിക്കോളും കറിയായിട്ട്. തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നതല്ലേ. അപ്പോൾ ആദ്യം അതൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ട്രൈ ചെയ്യേണ്ടവർക്ക് ചെയ്യണം. തക്കാളി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിടാം. അപ്പോഴാണ് കറി സെറ്റാവുന്നത്. ചിലതൊക്കെ പച്ച തക്കാളി ഉണ്ട് ഇതിലത്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പിടാവേ. ഇനി ഈ മിക്സിയുടെ ജാറും അതൊക്കെ കഴുകിയ വെള്ളവും കൂടി നമുക്ക് യൂസ് ചെയ്യാം ഇതിലേക്ക്.
അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. ഇനി ഇത് ശരിക്കും ഒന്ന് വെന്ത് വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി സെറ്റാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ കറി.